പരിശുദ്ധ മാമോദിസായാൽ മുദ്രയിടപ്പെട്ട പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈയിടെയായിട്ട് നമ്മൾ പത്രത്തിലും ടിവിയിലും ഒക്കെ കേൾക്കുന്ന ഓരോ വാർത്തകൾ ഓർത്താൽ എത്ര ഞെട്ടിക്കുന്ന വാർത്തകളാണല്ലേ. കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ തൻ്റെ ഭാവിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നതിന് പകരം അവര് ഇനി എന്നെക്കൊണ്ട് ഒന്നും സാധിക്കത്തില്ല, എല്ലാം നശിച്ചു എന്നുള്ള ചിന്താഗതിയിലേക്ക് പോവുകയാണ് അല്ലേ. അതിന് കാരണം എന്താണ്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടു, 23 വയസ്സുള്ള ഒരു കുട്ടി തന്നെ പെറ്റു വളർത്തിയ അമ്മയുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ പാവ അമ്മ ഈ മകനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള ആഴം മനസ്സിലാക്കണമെങ്കിൽ പോലീസ് ചോദിക്കുമ്പോൾ പറയാണ്, ഇത് എൻ്റെ തലയിലെ മുറിവ് ഞാൻ കട്ടിലിൽ നിന്ന് വീണാണ്, എൻ്റെ മോൻ ചെയ്തതല്ല. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരമ്മയാണ് മകൻ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. എന്തൊരു കഠിന മനസ്സാണല്ലേ. അതുപോലെ അപ്പന്റെ അനിയനെയും ഭാര്യയെയും കൊല്ലുക, അവന്റെ കാമുകിയെ കൊല്ലുക, തന്റെ ഇളയ സഹോദരന് ഇഷ്ടമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുത്തേച്ച് അവനെയും കൊല്ലുക. എന്തായത്? അതുപോലെ നമ്മൾ കേൾക്കുന്നു, ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് ചാറ്റിങ്ങും ഒക്കെ ചെയ്ത് എത്ര പെൺകുട്ടികളാണ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വലയിൽ അകപ്പെട്ടു പോകുന്നല്ലേ. നാശത്തിലേക്കുള്ള വലയിൽ അകപ്പെടുകയാണ്, അത് നശിച്ചു പോവുകയാണ് അവസാനം. ഇതിനെല്ലാം കാരണം എന്താണ്? ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ, അതായത് ഈ ഇന്നോസെന്റായ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് ശാരീരികവും ആത്മീയവും മാനസികവുമായ വളർച്ച ഒരേ പ്രാധാന്യം നൽകി വളർത്തണം എന്ന് മനസ്സിലാക്കുന്നതിന് പകരം എൻ്റെ കുഞ്ഞിനെ, എൻ്റെ മകനെ അല്ലെ മകളെ നല്ല ആരോഗ്യമുള്ളവളും ആക്കണം, എൻ്റെ മകൻ ഏറ്റവും നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കണം. ഇതാണ് മെയിൻ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി അവർ ഏത് വര വേണേലും മറികടക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക്, അതായത് ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി, സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാവരും വിവാഹം കഴിക്കുന്നു, ഞാനും വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിഞ്ഞു, ഭൗതിക അസുഖങ്ങളിലും ഭൗതിക മോഹങ്ങളിലും ലയിച്ച് കുഞ്ഞുങ്ങളെ അവർക്ക് കുത്തിത്തീറ്റി ആരോഗ്യവും അവരെ കൊണ്ട് നിർബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസം, അവരുടെ ഇഷ്ടവും അല്ല നോക്കുന്നത്, അവർക്ക് വേണ്ടിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെയാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ശരിയായിട്ടും ഈ മാതാപിതാക്കൾ കർത്താവിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയെ മനസ്സിലാക്കാതെ, കർത്താവിന് ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി മാതാപിതാക്കൾക്കുള്ള ദൗത്യത്തെക്കുറിച്ച് ബോധമില്ലാതെ ജീവിക്കുകയും അവരുടെ ഭൗതിക ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങി അവർ ജീവിക്കുകയും ചെയ്യുന്നു അല്ലെ. കുഞ്ഞുങ്ങൾക്ക് ദൈവികമായിട്ടുള്ള, സ്പിരിച്വലായിട്ടുള്ള, ആത്മീകമായിട്ടുള്ളത്, ശാരീരികവും മാനസികവുമായിട്ട് വളർച്ചയോടൊപ്പം ആത്മീക വളർച്ചയും ഉണ്ടാകണം എന്നുള്ള ബോധ്യം ഇല്ലാതെ വരുന്നതാണ് ഇതിന് കാരണം. ഞാൻ
സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന്, ന്യൂ കപ്പിൾസിന്, ഡൈവോഴ്സായി ആകാൻ നിശ്ചയിച്ചിരിക്കുന്ന കപ്പിൾസ്, പേരൻസ്, അതുപോലെ ഈ സീനിയർ സിറ്റിസണിലെ ചിലരൊക്കെ അവരെയൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവിത രീതി, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4 പ്രത്യേക കുടുംബ സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് എന്റെ മനസ്സിൽ വന്നത് ഞാൻ പറയും. ഒരു ഭവനം, ഒരു കുടുംബം, ആ കുടുംബത്തിലെ മാതാപിതാക്കൾ ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കി ആ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതായത് ആ ഭാര്യ ഭർത്താവും തമ്മിൽ 2 ഭിന്ന ഫാമിലിയിൽ നിന്ന് വന്നതാകയാൽ അവരിൽ ഉണ്ടാകാവുന്ന കുറവുകളും ബലഹീനതയും ഒക്കെ അന്യോന്യം മനസ്സിലാക്കി നമ്മുടെ ദൗത്യത്തിന് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് അന്യോന്യം ക്ഷമിച്ചും പൊറുത്തും അന്യോന്യം മനസ്സിലാക്കിയും അവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ അവർ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള മാതാപിതാക്കൾ ഓരോ ദിവസവും യേശുവിൽ തുടങ്ങി യേശുവിൽ, അല്ലെ ദൈവത്തിൽ തുടങ്ങി ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ അവസാനിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കും. അവരെന്ത് ചെയ്താലും ദൈവത്തോട് ചോദിച്ചിട്ടും ദൈവത്തിന് ഇഷ്ടമെന്ന് കണ്ടാൽ ദൈവത്തോട് പെർമിഷൻ വാങ്ങി ദൈവനാമത്തിൽ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരായിരിക്കും. അതുപോലെ അവർക്ക് അങ്ങനെയുള്ളവരുടെ മുഖത്ത് തന്നെ ഒരു പ്രത്യേക ഗ്രേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കൾ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വളരെ വ്യത്യസ്തത കാണുന്നുണ്ട്. അവര് ബലഹീനരും ദരിദ്രരുമായിട്ടുള്ളവരോടൊക്കെ ഒരു വ്യത്യാസവുമില്ലാതെ, അതായത് ജാതി മത ഭേദമന്യേ, ധനവാനോ ദരിദ്രനോ ബലവാനോ ബലഹീനനോ എന്നുള്ളതില്ലാതെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യും എന്ന ദൃഢബോധ്യം ഉള്ള മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകാപരമായ ആ ഒരു ജീവിതം നയിക്കുമ്പോൾ, ഒരമ്മ രാവിലെ എണീറ്റ് ബാക്കി എല്ലാവരെയും കാണുന്നതിന് മുമ്പേ, എല്ലാവരോടും സംസാരിക്കുന്നതിന് മുമ്പേ എന്റെ ദൈവത്തോട് ഞാൻ സംസാരിക്കും, ദൈവത്തെ കണ്ട് ദൈവത്തോട് സംസാരിച്ച് ദൈവത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം തുടങ്ങുമെന്നുള്ള ഒരു ബോധ്യം ആ മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി കാണിക്കുമ്പോൾ, ഇത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ അതേപോലെ ദൈവിക ഭയവും ദൈവവിശ്വാസവും ജീവിച്ചിരിക്കുന്ന യേശുവിനെ കുറിച്ചും ജീവിച്ചിരിക്കുന്ന പിതാവിനെ കുറിച്ചും അവർ മനസ്സിലാക്കുകയും, അതുപോലെ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ അപ്പൻ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളെ വാച്ച് ചെയ്യുന്നു എന്നുള്ള ബോധ്യം, അപ്പനെ അമ്മയും കാണാതെയോ മറ്റുള്ളവർ കാണാതെയോ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ദൈവത്തെ മറച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന ആ ഒരു ബോധ്യം ബ്രെയിനിലിട്ട് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അവരെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചാൽ പോലും അവരാ തെറ്റിൽ നിന്നും മാറും. അവരവിടനെ ചിന്തിക്കും, അയ്യോ ഇല്ല, ആരും കാണുന്നില്ല എന്നല്ല, ദൈവം കാണുന്നു. ഇതവരെ പല തെറ്റുകളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം ഒരു പേരൻസ് പിള്ളേരോട് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം, ഉപദേശിക്കുന്നതിന് പകരം അവരുടെ ജീവിതത്തിൽ ജീവിച്ച് കാണിക്കുന്ന ഒരു ഫാമിലി, അവരെ ഞാൻ കണ്ടത് അവരുടെ മക്കൾ, അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാം വളരെ അനുഗ്രഹമായ ജീവിതം നയിക്കുന്നവരാണ്. ആ വീട്ടിൽ സമാധാനം, സന്തോഷം, ദൈവ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ എല്ലാം ഉള്ളവരായിട്ടാണ് വളർന്നു വരുന്നത്. രണ്ടാമത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, ബൈബിള്
സമയം കിട്ടിയാൽ വായിക്കും. മനസ്സിലായോ? പിന്നെ അവര് കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ശാരീരികവും മാനസികമായ വളർച്ചയ്ക്ക് വേണ്ടിയതെല്ലാം ചെയ്യുന്നു. നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വിദ്യാഭ്യാസം എല്ലാം കൊടുത്തവരെ വളർത്തുന്നു. എന്നാൽ പതിവായിട്ട് രാവിലെ വൈകിട്ടും എങ്കിലും ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ട്. പക്ഷേ അവർക്ക് എന്നും അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. മനസ്സിലായി? ഇങ്ങനെയുള്ളിടത്ത് കള്ളൻ, പിശാചെന്ന കള്ളൻ പിൻവാതിൽ കൂടെ അകത്ത് കിടക്കാൻ തക്കം നോക്കി നിൽക്കുന്ന അവര് എവിടെങ്കിലും അവര് ശരിയായിട്ട് പ്രാർത്ഥിക്കുകയും ബൈബിള് വായിക്കുകയും ചെയ്തില്ല എങ്കിൽ അവനകത്ത് കയറും. അപ്പൊ ഇപ്പം ഈ ഒരു ഫാമിലിയിൽ കള്ളൻ പുറത്ത് പിൻവാതിൽ കാത്തു നിൽക്കുകയാണ്. മൂന്നാമത്തെ ഫാമിലി ബൈബിള് വായിക്കത്തില്ല, ബട്ട് രാവിലെയും വൈകിട്ടും അവർ പ്രാർത്ഥിക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം യേശുവിനോട് പറയുക. എന്നെ നന്നാക്കണമേ, നിന്റെ തിരിഹിതം എനിക്ക് മനസ്സിലാക്കി തരണമേ, ഇന്നത്തെ ദിവസം ഞാൻ തെറ്റ് ചെയ്യാതെ ഇരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ, പിതാവേ യേശുവേ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അവിടുന്ന് ഞങ്ങളുടെ കൈപിടിച്ച് നടത്തണമേ, യേശുവേ നിന്റെ നാമത്തിൽ ഞാൻ ഈ ദിവസം തുടങ്ങുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാത്ത ഫാമിലികളുണ്ട്. അവിടെ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ ഉരസലൊക്കെ ഉണ്ടാകുന്നു. പിള്ളേരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഭാര്യ ഭർത്താവിനെ കുറ്റം, ഭർത്താവ് ഭാര്യയെ കുറ്റം പറയും. ചിലപ്പം ഭാര്യ ഭർത്താവിന്റെ ഫാമിലി, ഭാര്യ ഭർത്താവിന്റെ ഫാമിലി, ഭർത്താവ് ഭാര്യയുടെ ഫാമിലി, ഇങ്ങനെ തന്നിൽ കുറ്റം പറയും. ഇത് പിള്ളേർ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ചെറിയ ഒരസൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വഴക്കമൊന്നുമില്ല, ഇടയ്ക്കൊരു ഒരസലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ പിൻവാതിൽ നിൽക്കുന്ന കള്ളൻ ഇങ്ങനെ പതുക്കെ ആരെങ്കിലും ഒരാൾ കൂടെ അകത്ത് കയറും. നാലാമത് അങ്ങനെ അകത്ത് കയറിയിട്ട് അവൻ എങ്ങനെങ്കിലും ഒരാളിൽ കൂടെയെങ്കിലും ആ ഭവനത്തിൽ വാസം ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കും. നാലാമത്തെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്, വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരസല് ഉണ്ട്, ഇരുകൂട്ടർക്കും ബലഹീനതകളും കഴിവുകളും വ്യത്യസ്തമാണ്, ഉണ്ട്, കുറവുകളും കുറ്റങ്ങളും തീർച്ചയായിട്ടും കാണും. പക്ഷേ അതിനെ ഒന്ന് തമ്മിൽ ഏറ്റുപറഞ്ഞ് അതിജീവിച്ച് തൻ്റെ ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിച്ചിരിക്കുന്ന ഒരു കപ്പിൾ, ഭാര്യയും ഭർത്താവും. അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ശ്രദ്ധിക്കുന്നേയില്ല. അവർ തമ്മിൽ വഴക്കിടുക, ദേഷ്യപ്പെടുക, തമ്മിൽ ചീത്ത പറയുക, അങ്ങനെയുള്ള ഒരു ഫൈറ്റിംഗ് നേച്ചർ. അപ്പൊ ഈ അപ്പനും അമ്മയും തമ്മിൽ ഇങ്ങനെ ഫൈറ്റിംഗ് നേച്ചർ ആവുമ്പം ആ കുഞ്ഞുങ്ങളെ, പാവം പിടിച്ച കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കേ. അവര് ഭയങ്കരമായിട്ട് ദുഃഖിക്കും. അവരുടെ ദുഃഖം കഴിയാതെ അവർക്കൊരു സ്നേഹം അപ്പനും അമ്മയുടെയും വരേണ്ടതായിട്ട് റെസ്പെക്ട് പിള്ളേർക്ക് കുറഞ്ഞു പോകും. ചിലപ്പോൾ അപ്പം കുടിച്ചേച്ച് വരുന്നതായിരിക്കും, അതിനായിരിക്കും വഴക്ക്. ചിലപ്പം ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ രണ്ടുപേരിൽ ആരെങ്കിലും ചെയ്യുമ്പം അതിന് വഴക്കുണ്ടാകും. കാരണം പലതുമാകാം. പക്ഷെങ്കിൽ തമ്മിൽ വഴക്കിടുകയും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ദുഃഖിക്കുകയും അവർക്ക് നിരാശ, പ്രയാസം, ദുഃഖം ഇതെല്ലാം വന്നിട്ട് അവർക്ക് സ്നേഹം കിട്ടുന്നില്ല. അപ്പൊ എന്തു പറ്റും? നമുക്കെല്ലാവർക്കും സ്നേഹം ആഗ്രഹിക്കുന്നവരല്ലേ? മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കും. മക്കൾ മാതാപിതാക്കൾ മക്കളിൽ നിന്ന്. അത് കിട്ടാതാവുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? എവിടെങ്കിലും ഒരു സ്നേഹമോ സന്തോഷമോ കിട്ടുന്നിടം കണ്ടാൽ അവർ ആ വലയിൽ പെട്ടുപോകും. അങ്ങനെയുള്ള വലയിൽ പെട്ടുപോകാതിരിക്കാൻ ഈ 4 ടൈപ്പില്, പ്രധാനമായ 4 ഫാമിലിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ്. ഈ ഓരോ ഫാമിലിയിൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ,
അനുഗ്രഹത്തിന് പകരം അനുഗ്രഹവും പ്രയാസവും അല്ലേ? അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ ഇന്നോസന്റ് ആയിട്ടുള്ള ദൈവം ദാനമായി നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ ഈ പിശാചിന്റെ അടിമകളായി ദുഷ്പ്രവൃത്തികളും ദൈവത്തിന് വിരോധമായി ആയിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെട്ടിരിക്കുന്ന വലയിൽ അകപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്കൊന്ന് ആലോചിച്ചാലോ. ഇപ്പം ഏഷ്യാനെറ്റിലും എല്ലായിടത്തും ഇപ്പം ചർച്ചയാണ്, പക്ഷെ ചർച്ചയെ നടക്കുന്നുള്ളൂ. നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ഓരോ കുടുംബത്തിലുള്ള ഓരോ അംഗവും മുന്നോട്ട് വന്ന് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാമെന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് കുറേയൊക്കെ വ്യത്യാസം വരുത്താൻ പറ്റത്തില്ലേ? അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇത് എങ്ങനെ നമുക്ക് ഈ ഇന്നോസന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഈ വലയത്തിൽ നിന്നും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്ന ഈ വലയത്തിൽ പെടാതെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. സദൃശവാക്യം 10:1 ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഭോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. 119:9 ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. യോഹന്നാൻ 8:51 പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല. ഇതല്ലേ നമുക്ക് വേണ്ടത്? അതുപോലെ കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞത് ആണ്. എന്താ? എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വസിക്കും. എത്ര നല്ലതാണല്ലേ ഈ ഒരു അനുഭവം! അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ ഭവനത്തിൽ വന്ന് നമ്മോട് കൂടെ വസിച്ചാൽ എന്തൊരു അനുഗ്രഹമായിരിക്കും അല്ലേ? ഈ ദുഷ്പ്രവൃത്തിയോ ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ സ്വർഗസ്നായ പിതാവിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ കുടുംബം നമുക്ക് സ്വർഗമാക്കാൻ കഴിയും നമ്മൾ ശ്രമിച്ചാൽ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു കുഞ്ഞ് വഷളനായി പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാം. ആ ബാലനെ എങ്ങനെ നമുക്ക് ഈ ക്രൂരകൃത്യം ചെയ്യുന്ന വലയത്തിൽ നിന്ന് രക്ഷിക്കാം, നാശത്തിൽ നിന്ന് രക്ഷിക്കാം എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആലോചിച്ചാലോ? എല്ലാവരും അടുത്ത എപ്പിസോഡ് കാണണം. ഇത് കാണുക, അടുത്ത എപ്പിസോഡും കാണാൻ മറക്കരുത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഒരുമിച്ച് ഒന്നാലോചിച്ച് തീരുമാനമെടുക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.